വചനം 30 വാക്കർത്ഥം. ഫഅഖ്ബല അങ്ങനെ മുന്നിട്ടു, നേരിട്ടു അഥവാ തിരിഞ്ഞു. ബഅ്ദുഹും അവരിൽ ചിലർ, അലാ ബഅ്ദിൻ ചിലരുടെ മേൽ ചിലരുടെ നേരെ, യതലാവമൂൻ അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട്. فأقبل بعضهم على بعض يتلاومون അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31 വാക്കർത്ഥം. ഖാലൂ അവർ പറഞ്ഞു, യാ വൈലന നമ്മുടെ നാശമേ, കഷ്ടമേ, ഇന്ന കുന്ന നിശ്ചയമായും നാം ആയിരിക്കുന്നു, ത്വാഗീൻ അതിരു കവിഞ്ഞവർ അഥവാ ധിക്കാരികൾ. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32 വാക്കർത്ഥം. അസ ആയേക്കാം, റബ്ബുന നമ്മുടെ റബ്ബ്, അൻ യുബ്ദിലന നമുക്ക് പകരം തരിക, ഖൈറം മിൻഹ അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്, ഇന്ന നിശ്ചയമായും നാം, ഇലാ റബ്ബിന നമ്മുടെ റബ്ബിങ്കലേക്ക്, റാഗിബൂൻ ആഗ്രഹം സമർപ്പിക്കുന്നവരാണ് അഥവാ അപേക്ഷിക്കുന്നവരാണ്. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33 വാക്കർത്ഥം. കദാലിക അപ്രകാരമാണ്, അൽ അദാബു ശിക്ഷ, വല അദാബുൽ ആഖിറതി പരലോക ശിക്ഷയാകട്ടെ, അക്ബർ ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ, ലൗകാനു അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ അവർ അറിയും. كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون അപ്രകാരമാണ് ശിക്ഷ, പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30 മുതൽ 33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ വാസ്തവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേദികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറും സമർത്ഥിക്കാറും ഉണ്ട്. ഇവരും താഴെ വരുന്ന വചനങ്ങൾ മനസ്സിരുത്തേണ്ടതാണ്.